Hi, I'm your teacher Amma and welcome back to my easy English class. Today I'm going to teach you about nouns. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നാമത്തെക്കുറിച്ചാണ്. നൗൺ 4 തരം നാമങ്ങളാണ് ഉള്ളത്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷും. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? ഡിയർ ഫ്രണ്ട്സ്, ഡു യു നോ വാട്ട് ഈസ് എ നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം. നാമം എന്ന് വെച്ചാൽ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് നാമം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പേര്, അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു ആശയത്തിന്റെ പേര്, അതിനാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ നൗൺ? യെസ്, എ നൗൺ ഈസ് എ വേർഡ് ദാറ്റ് നെയിംസ് എ പേഴ്സൺ, തിങ് ഓർ ഐഡിയ. നാമം എന്ന് പറയുന്നത് ഒരു വാക്കാണ്. അത് എന്തിൻ്റെയൊക്കെ പേരുകളാണ്? ഒരു വ്യക്തിയുടെ, ഒരു സാധനത്തിന്റെ, അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ. എ നൗൺ ഈസ് എ വേർഡ് ദാറ്റ് നെയിംസ് എ പേഴ്സൺ, തിങ് ഓർ ഐഡിയ. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുകയും വേണം. ഇത് 4-5 തവണ വായിക്കുകയും വേണം, പഠിക്കുകയും വേണം. എങ്കിലിനി നമുക്ക് എന്തെല്ലാം നാമങ്ങളുണ്ടെന്ന് നോക്കാം. 4 തരത്തിലുള്ള നാമങ്ങളാണ് ഉള്ളത്. 4 types of nouns are here. Look, common noun, proper noun, abstract noun and collective noun. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ പൊതുനാമം, പൊതുവായ നാമം. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ സംജ്ഞാനാമം. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ അമൂർത്തനാമം. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ സമൂഹനാമം. ഇപ്പൊ 4 തരത്തിലുള്ള നാമങ്ങളാണ് ഉള്ളത്. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. ഇവർ 4 പേരെയും ഓർക്കാനുള്ള ഒരു സൂത്രമാണിത്. CPAC. CPAC. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങളാണിത്. CPAC. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ 4 നാമത്തെക്കുറിച്ചും പഠിക്കും. In the next class, we will study about common noun, proper noun, abstract noun and collective noun. Please wait. The name of my house is അരുണോദയം. എൻ്റെ വീടിൻ്റെ പേര് അരുണോദയം എന്നാണ്. My house is situated in എടത്തനാട്ടുകര, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിലാണ്. ഇപ്പൊ 2 സെന്റൻസ് നമ്മൾ ഇപ്പോൾ പറയാൻ പഠിച്ചു. ഏതൊക്കെയാണത്? യെസ്, ദ നെയിം ഓഫ് മൈ ഹൗസ് ഈസ് അരുണോദയം ആൻഡ് മൈ ഹൗസ് ഈസ് situated in എടത്തനാട്ടുകര, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. There are 5 members living in my house. There are 5 members living in my house. എൻ്റെ വീട്ടിൽ 5 പേർ താമസിക്കുന്നുണ്ട്. My house has 4 bedrooms. My house has 4 bedrooms. എൻ്റെ വീടിന് 4 കിടപ്പുമുറികൾ ഉണ്ട്. It is my sweetest place. ഇതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. It is my sweetest place. My house is my sweetest place. മധുരമൂറുന്ന ഒരു ഇടമാണ് എനിക്കെൻ്റെ വീട്. I keep my house neat and clean. I keep my house neat and clean. ഞാൻ എൻ്റെ വീട് വൃത്തിയും വെടുപ്പോടുകൂടിയും സൂക്ഷിക്കുന്നു. In my house I feel safe and comfortable. In my house I feel safe and comfortable. എൻ്റെ വീട്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നത്. എൻ്റെ വീടാണ് എനിക്ക്
കംഫർട്ടായ ഒരു ഇടം. ഇൻ മൈ ഹൗസ് ഐ ഫീൽ സേഫ് ആൻഡ് കംഫർട്ടബിൾ. മൈ ഹൗസ് ഈസ് വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ബ്യൂട്ടിഫുൾ ടു മീ. മൈ ഹൗസ് ഈസ് വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ബ്യൂട്ടിഫുൾ ടു മീ. എൻ്റെ വീട് എനിക്ക് വിശേഷപ്പെട്ടതാണ്. സ്പെഷ്യൽ ടു മീ ആൻഡ് ബ്യൂട്ടിഫുൾ ടു മീ. എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്ന ഇടം എൻ്റെ വീട് തന്നെയാണ്. ക്യാൻ യു ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ഹൗസ്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെക്കുറിച്ച് ഇതുപോലെ വിവരിക്കാമോ? എങ്കിൽ എഴുതി വയ്ക്കൂ നിങ്ങളുടെ നോട്ടിൽ. എന്നിട്ട് നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കൂ. The name of my house is Arunodayam. My house is situated in Edathanattukara, Palakkad district. My house is special to me. My house is very beautiful. I keep my house neat and clean. There are 5 members living in my house. It is my sweetest place. My house is a place where I feel safe and comfortable and I love my house. Arunodayam, I love my house. എല്ലാ സെൻറ്റൻസുകളും നിങ്ങളുടെ നോട്ടിൽ എഴുതി വയ്ക്കുക. ഒരു 5 തവണ വായിക്കുക. അതിനുശേഷം ഓരോന്നായി നിങ്ങൾ സ്വയം പറഞ്ഞ് പഠിക്കുക. See you in the next class. Bye bye.